വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 12 വർഷം കൂടുമ്പോൾ നടത്താറുള്ള വടക്കുപറത്തുപാട്ടിന് മുന്നോടിയായി 50 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാനുള്ള യോഗം ചേർന്നു. 2025 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി നടത്തുന്ന കോടിയർച്ചന വടക്കുപറത്തുപാട്ട് എന്നിവയിലേക്കായി 50 അംഗ കമ്മിറ്റിയെയാണ് തിരഞ്ഞെടുത്തത്. സ്ഥലവാസികളായ ഭക്തജനങ്ങളെ ഉൾപ്പെടുത്തിയായിരുന്നു പൊതുയോഗം. ുന്നവരുണ്ടോ, ഇവിടെ സാമുദായികപരമായി ചിന്തിക്കുന്നവരുണ്ട്, ഇത് വ്യക്തിപരമായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിൽ നിന്ന് ഏറ്റവും വൈക്കത്തപ്പന്റെ ഈ ഇവിടുത്തെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ ഉതകുന്ന തരത്തിൽ ആരൊക്കെയാണെന്ന് ഈ സമൂഹത്തിന് അറിയാം. അവരെ പേര് പറയുമ്പോൾ ഏറ്റവും നന്നായിട്ട് അത് ചെയ്യാൻ താല്പര്യമുള്ളവർ ആരാണെന്ന് ഈ പൊതുസമൂഹത്തിന് അറിയാം. അപ്പോൾ അവർ പറയും ഇന്ന ആളെ തിരഞ്ഞെടുത്താൽ ആ കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരെയാണ് വെക്കേണ്ടത്. അങ്ങനെയുള്ളവരെ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഞാനത് മാനദണ്ഡം പറഞ്ഞത് മാത്രമാണ്. വടക്കുപറത്തുപാട്ട് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളുകൾ, ഇവിടെ ഉള്ളവർ ആളുകൾ മാത്രം മനസ്സിലാക്കാം. എല്ലാവരും അവരുടെ സീറ്റിൽ ഇരിക്കണം, അല്ലെങ്കിൽ ഞങ്ങളിത് മുന്നോട്ട് ഇപ്പം നിർത്തി വെക്കാൻ പോവാണ്. ഇവിടെ നിൽക്കുന്ന ആളുകൾ കൂടെ പോയി സീറ്റിൽ പോയിരിക്കോ. എല്ലാവരും എടുക്കാം, എല്ലാവർക്കും തരാം. ഒന്ന് PN രാധാകൃഷ്ണൻ, അദ്ദേഹമാണ് PN രാധാകൃഷ്ണൻ. PT സുഭാഷ്, ഈ നിങ്ങൾ അംഗീകരിക്കുന്ന ഈ ആളിൽ നിന്നും എനിക്ക് 39 പേരെ എടുക്കാനുള്ള അനുവാദമേ ഉള്ളൂ. ഞാൻ പ്രത്യേകം പറയുന്നു. അതുകൊണ്ട് ഈ വിളിക്കുന്ന പേരുകൾ ഫൈനൽ പേരുകളല്ല, കേട്ടോ. T സുനിൽ കുമാർ, K സുരേന്ദ്രൻ നായർ, J നാരായണൻ, MV സനൽ, ഗിരീഷ് G നായർ, ഗിരീഷ് നീപൻ, ഇല്ലിക്കൽ രാധാകൃഷ്ണൻ, ഉമേഷ്, രാധാകൃഷ്ണ കമ്മത്ത് ഉണ്ടോ? അപ്പൊ ആളില്ലാത്തതുകൊണ്ട് ആ പേര് ഒഴിവാക്കുന്നു. MS മധു, ജയൻ GC, ജയൻ അവിടെ, ശരി. ശിവദാസ് നാരായണൻ, G ശിവകുമാർ, ഇത്രയും പേരാണ് കഴിഞ്ഞ വടക്കുപറത്തുപാട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവരും ഇപ്പം ഈ ഇവിടെ പറഞ്ഞവരും ആയിട്ടുള്ള ആളുകൾ. അദ്ദേഹത്തിന്റെ പേരുള്ളതാണ്. അവിടെ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേര് രാകേഷ് കണ്ണൻ, ആനന്ദ് കൃഷ്ണമൂർത്തി, കെ രാജേഷ്, MV സനൽ, നേരത്തെ വന്നതാണ്. ബേബി, അത് MV സനൽ വിട്ട് ഇതിൽ വിട്ട് MV സനൽ വിട്ട് നേരത്തെ വന്നതാണ്. ഈ രാധാകൃഷ്ണൻ നായർ, സുനിൽ കുമാർ, ഇത് സുഭാഷ്, ബേബി ഉണ്ടല്ലോ. ഉണ്ട്, ആളെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇത് വിളിക്കുന്നത് ഈ പൊതുയോഗത്തിൽ
ഉള്ള ആളാണെന്ന് ഉറപ്പുവരുത്താനാണ് കേട്ടോ. സുരേന്ദ്രൻ നായർ അതും വന്നതല്ലേ. മോനിഷ് മോഹൻ, വിനു വിജയൻ അല്ലേ, വിനു വിശ്വൻ ആള് ഉണ്ട്. ധർമ്മജൻ ടി ഡി സരസൻ, നന്ദകുമാർ ആളണ്ട ഉണ്ട്. സോമശേഖരൻ, ശിവപ്രസാദ്, ദീപൻ പിടിച്ചല്ലേ, പെട്ടിക്കൊള്ളു. ആർ സുരേഷ് ബാബു സുരേഷ് ബാബു, ബാബുരാജ് അവിടെ, വിമല, രവീന്ദ്രൻ നായർ ഉണ്ട്. എം ആർ അനിൽകുമാർ ഉണ്ട്. സുജിത് കുമാർ, മറ്റേ പേരുള്ളതാണോ? അല്ല ഇല്ല, ആരും ചേർന്നിട്ടില്ല. എന്തോ ആരുടെ പേരാണ്? സുനിൽ. അതും കൂടെ ഉൾപ്പെടുത്തിക്കോട്ടെ. ശരി, അതും ഉൾപ്പെടുത്തി. സുനിൽ. അല്ല, ഇത് നമ്മൾ ഒരു കാര്യത്തിൽ തീരുമാനം എടുത്ത് പോയാൽ ഒരു 3-4 പേരെ കിടന്ന് കണ്ടെത്തി തരുവാണെങ്കിൽ നമുക്ക് ഒഴിവാകാം. നമുക്ക് ബാക്കി ആളുകളെ തിരഞ്ഞെടുക്കാം. എന്തായാലും ഇത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്, ഇത്രയും ഒപ്പിക്കാൻ പറ്റിയത്. ഇത് പിന്നെ നറുക്കിലേക്ക് പോകാം. അപ്പൊ നറുക്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആരെയെങ്കിലും എവിടെയൊക്കെ എത്തണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗ്രൂപ്പ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരത് ഒഴിവായി പോകും. അതാണ് ഈ ബുദ്ധിമുട്ട്. അവർ വന്നില്ലെങ്കിൽ നമുക്ക് പല കോർഡിനേഷനും സാധിക്കാതെ വരും. അതുകൊണ്ടാണ് പറയുന്നത്, ഇതിൽ നിന്ന് ഒരു 5 പേര് സ്വമേധയ, 5 പേരുടെ രസം 4 പേര് കൂടി സ്വമേധയ ഒഴിവായി തന്നാൽ ഒരു നല്ല കമ്മിറ്റി വൈദ്യരുടെ തയ്യാറായ ഇത് ഇപ്പോൾ നമ്പർ ഓഫ് മെമ്പേഴ്സ് എപ്പോഴായി 50 പേര്, ആ സമയത്ത് അവിടെ വെച്ച് പേര് മാറിയേണ്ടത് ഒഫീഷ്യൽസിന്റെ കടമ. അത് ചെയ്തില്ല. അത് ചെയ്യാതെ ഞങ്ങളുടെ മേളിലേക്ക് ഇത് തരുന്നത് ശരിയല്ല. ബോർഡ് ചോദിച്ചാലല്ലേ, ബോർഡ് ചോദിച്ചാൽ പറയേണ്ട ഒഫീഷ്യൽസ് തന്നെ പറയണം. എന്തുകൊണ്ട് സംഭവിച്ചു? 100 പേര് വരുമായിരിക്കും, പക്ഷെ അത് എഴുതുന്നതായിരുന്നു 50 വെച്ച് മാറിയിടുമായിരുന്നു. പേരിൽ ആരെല്ലാം പറഞ്ഞിട്ട് മാറ്റാനാണ്. ഇവിടെ പറയുന്നത് ദേവസ്വം ബോർഡ് 50 പേരെ തെരഞ്ഞെടുക്കാൻ പൊതുയോഗം വിളിച്ചു. ഇവിടെ 54 പേരെ തെരഞ്ഞെടുത്തു. ഈ കാരണം കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യണം. ഞാൻ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്, റദ്ദ് ചെയ്യണം. ഇതിന്റെ പേരിൽ ഈ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്ത ഈ നടപടിക്രമങ്ങൾ മുഴുവൻ വീണ്ടും ആവർത്തിക്കപ്പെടണം. ഇതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ 50 പേരെ തെരഞ്ഞെടുത്ത് ഒരു ലിസ്റ്റും ഈ 54 പേരുടെ ലിസ്റ്റും രണ്ടും കൊടുക്കാം. ഇതിന്റെ ഫൈനൽ തീരുമാനം, അതിനാൽ അവസാനം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിന്റെയും ഹൈക്കോടതിയുടെയും പൂർണ്ണമായ ഇതിന് വിധേയമായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യവും അതാണ്. ഈ ലിസ്റ്റ് കൊടുക്കുമ്പോൾ കോടതി അംഗീകരിക്കുക, കോടതി ചിലപ്പോൾ അംഗീകരിക്കും, കോടതി ചിലപ്പോൾ അംഗീകരിച്ച് 54 പേരെ അംഗീകരിക്കും. അല്ല, ബോർഡ് പറയുകയാണ് 50 പേര് മതി എന്ന് പറഞ്ഞാൽ ഈ നാട്ടെടുക്കുന്ന ലിസ്റ്റ് ഇവിടെ അംഗീകരിക്കത്തുള്ളൂ. ഇത് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഈ ഉദ്യോഗസ്ഥയോട് പറഞ്ഞിരിക്കുന്നത് 50 പേരെ എടുക്കാനാണ്. അവർക്ക് ഉത്തരവ് അനുസരിച്ചേ പറ്റുള്ളൂ. അത് നിങ്ങൾ പല അഭിപ്രായങ്ങളും കാണാം, പല അഭിപ്രായ വ്യത്യാസങ്ങളും കാണാം. പക്ഷെ തെരഞ്ഞെടുപ്പിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥയ്ക്ക് 50 പേരെ എടുക്കാൻ ഇപ്പം നിർവാഹം. അതിന് എന്ത് മാർഗമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സമവായം സാധ്യമാകുന്നില്ല, ഞങ്ങൾ എല്ലായിടത്തും ചെയ്യുന്ന ആളാണ് നടക്കുന്നത്. പിന്നെ നിങ്ങളുടെ വികാരം പൂർണ്ണമായി ഉൾക്കൊണ്ട് തന്നെ പറയാം,
ഈ ലിസ്റ്റ് ഞങ്ങൾ പറയാം. 54 പേരെ അവസാനം എത്തി, 54 പേരെ ഉൾപ്പെടുത്തണം. അതിന് ആ കമ്മിറ്റിയുടെ തീരുമാനം 54 പേരെ ഉൾപ്പെടുത്തണമെന്നായിരുന്നു. അതുകൊണ്ട് ഇത് അംഗീകരിക്കണം. അല്ല 50 പേരെ മതിയെങ്കിൽ നറുക്കെടുത്ത ലിസ്റ്റ് ഇതാണ്. ഇത് രണ്ടും കൊടുക്കും. അതാ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 4 പേര് പോലും നറുക്കിട്ട് കഴിഞ്ഞാൽ ആ 4 പേരെ കൂടി പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് വേണം ആരെല്ലാം വന്നാലും പോകാനായിട്ട്. പേര് വിളിച്ചതാ, അതാണ് ചുരുട്ടി ആ ഒരു കുഴപ്പമില്ല. അത് നിങ്ങൾ ആര് വേണമെങ്കിലാണ്, ആരും ഒരാളും കൂടെ വന്നോളൂ. ഇത് ബോധ്യപ്പെട്ടിടാൻ വേണ്ടിയിട്ടാണ്. ഒരു പേര് എന്തായാലും പറയണമെങ്കിൽ ഷാജി വല്ലൂത്തറ, ആദ്യത്തെ പേര്. അത് ചുരുട്ടി തന്നെ ഇട്ടുള്ളൂ, ചുരുട്ടിയിട്ടുള്ളൂ. അല്ല അങ്ങനെ മടക്കണ്ട. അത് പി വിജയലക്ഷ്മി, അപ്പോൾ നമ്മൾ നറുക്കെടുപ്പ് ആരംഭിക്കുകയാണ്. അപ്പൊ ഇവിടെ കണ്ടതിൽ ഏറ്റവും സീനിയർ ആയുള്ള അദ്ദേഹത്തെയാണ് ഇവിടെ വിളിച്ച് എടുപ്പിക്കുന്നത്. നിങ്ങൾ എല്ലാവർക്കും അനുവാദത്തോടു കൂടി നറുക്കെടുപ്പിൽ കിടക്കുകയാണ്. ആദ്യത്തെ പേര് കെ സുരേന്ദ്രൻ നായർ. രണ്ടാമത്തെ പേര് നാരായണൻ. മൂന്നാമത്തെ പേര് പി ടി സുഭാഷ്. അടുത്ത പേര് പി എൻ രാധാകൃഷ്ണൻ. അടുത്ത പേര് സുനിൽ നന്ദനം. അടുത്ത പേര് അഡ്വക്കേറ്റ് സുധീഷ് കുമാർ. അടുത്ത പേര് ശിവൻ ഇടത്തല. അടുത്ത പേര് ശിവപ്രസാദ്. അടുത്ത പേര് ആർ സുരേഷ് ബാബു. അടുത്ത പേര് ഷിബു അറക്കൽ.
മോനിഷ് മോഹനൻ. അടുത്ത പേര് സുനിൽ കുമാർ ഉദയനാപുരം. അടുത്ത പേര് വിമല. അടുത്ത പേര് ഉമേഷ്. അടുത്ത പേര് KR രാജേഷ്. അടുത്ത പേര് ബേബി. അടുത്ത പേര് രാകേഷ് കണ്ണൻ. അടുത്ത പേര് ആനന്ദ് കൃഷ്ണമൂർത്തി. അടുത്തത് അനിത് ശിവരംഗം. അടുത്തത് സുബിനൻ നായർ. രാധാകൃഷ്ണൻ ഇല്ലിക്കൽ. അടുത്തത് MS മധു. 22 പേരുകളായിട്ടുണ്ട്. മൂന്നാമത്തെ പേര് MR അനിൽകുമാർ. നാലാമത്തെ പേര് വിനു വിശ്വം. ഒരാൾ. 25ാമത്തെ പേര് P സുനിൽ കുമാർ. ാമത്തെ പേര് രവീന്ദ്രൻ നായർ. ാമത്തെ പേര് നന്ദകുമാർ. ാമത്തെ പേര് സോമശേഖരൻ.
29ാമത്തെ പേര് ധർമ്മജൻ. മുപ്പതാമത്തെ പേര് നീപൻ. മുപ്പത്തിയൊന്നാമത്തെ പേര് ബാബുരാജ്. മുപ്പത്തിരണ്ടാമത്തെ പേര് എം വി സനൽ. മുപ്പത്തിമൂന്നാമത്തെ പേര് പി ഡി സരസൻ. മുപ്പത്തിനാലാമത്തെ പേര് രാധിക ശ്യാം. മുപ്പത്തഞ്ചാമത്തെ പേര് അഡ്വക്കേറ്റ് സമ്പത് കുമാർ. മുപ്പത്തിയാറാമത്തെ പേര് ഷാജി വല്ലൂത്തറ. മുപ്പത്തിയേഴാമത്തെ പേര് പി അമ്മണിക്കുട്ടൻ. ഇനി രണ്ടുപേരും കൂടെയാണ് നറുക്കെടുക്കുന്നത്. മുപ്പത്തെട്ടാമത്തെ പേര് പി വിജയലക്ഷ്മി. മുപ്പത്തൊമ്പതാമത്തെ പേര് ഗിരീഷ് ജി നായർ. നിങ്ങളെ അറിയിച്ചു അടുത്ത സൗകര്യപ്രദമായ ഏറ്റവും അടുത്ത തീയതിയിൽ നടത്തുന്ന എല്ലാ നടപടികളും ചെയ്യുന്നതാണ്. ഈ വേദിയിൽ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ മുഴുവൻ ആളുകളും ആ രജിസ്റ്ററിൽ ഒപ്പിടണം. രജിസ്റ്ററിൽ ഒപ്പിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പേര് നറുക്കെടുത്താലും ശരി, അത് ഒപ്പിട്ടില്ലെങ്കിൽ അത് മനസ്സിലായി പോകും. ആദ്യം ഹാജരുണ്ടോന്നാണ് നോക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ആ രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ദേവസ്വം കമ്മീഷണർ ശ്രീ മധു സാർ, എനിക്ക് ചാർജ് നൽകിയ നിങ്ങളുടെ പ്രിയപ്പെട്ട ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീ വിഷ്ണു, ഒപ്പം ഉപദേശങ്ങളിലെ എല്ലാ ഭാരവാഹികൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള വൈക്കത്തെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ ദേവസ്വം ബോർഡിന്റെ പേരിൽ നന്ദിയും കൃതജ്ഞതയും അറിയിച്ചു കൊള്ളുന്നു.